കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന ജി പരമേശ്വരൻ നായരുടെ 13ാമത് ചരമവാർഷികാചരണം നടന്നു. ജി.പി. നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവജീവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. സമ്മേളനം മുൻ എം.പി. പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന ജി പരമേശ്വരൻ നായരുടെ 13ാമത് ചരമവാർഷികാചരണം നടത്തി. ജി.പി. നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവജീവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. നൂറിനാട് എരുമക്കുഴി NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുൻ എം.പി. പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒരു 80% 70-നും 80-നും ഇടയിലുള്ള വയസ്സുള്ള ആളുകളാണ്. കൂടുതൽ സ്ത്രീകളാണ്. ഇവര് പോണം ബാങ്കിൽ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളെ മോദി ഭരണാധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞെന്താ എല്ലാ കാര്യവും എഴുതുന്നല്ലേ, നോട്ട് നിർത്തലാക്കി ഓർമ്മയുണ്ടോ? ആ നിർത്തലാക്കിയപ്പം എന്താ ചെയ്യുന്നത്? നീണ്ട ക്യൂ ആണ്. എവിടാ? ബാങ്കിന്റെ മുമ്പിൽ. എന്തിനാണ്? പണം കിട്ടാൻ. ഏത് പണം? നമ്മളുടെ പണം. നമ്മളോ ബാങ്കിൽ കുളിച്ചത്. അത് കിട്ടാനോ ക്യൂ നിൽക്കണം. ക്യൂ എന്നാൽ അപ്പൊ പണം കിട്ടുമോ? ഇല്ല. എന്താ കിട്ടുക? കൂപ്പൺ. പണമോ അടുത്ത ദിവസവും. നമ്മളെ പണം വാങ്ങാൻ നമ്മൾ പോയി പണിയും മുടക്കി ക്യൂ ഒന്ന് അടുത്ത ദിവസം പണം കിട്ടുമോ? എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവിതത്തെ കൊണ്ടുപോയി ഇതുപോലെ കൊള്ളിയടിക്കാൻ ഈ നാട്ടിൽ ഭരണാധികാരികൾ വരുന്നു. ജി.പി. നായർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആർ. രാജേഷ് അധ്യക്ഷനായി. സെക്രട്ടറി P.S. മിർസ സലീം സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി S. സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി. CA അരുൺകുമാർ, M. മുഹമ്മദ് അലി, അനു ശിവൻ, സൗമ്യ പ്രദീപ്, K. കൃഷ്ണൻകുട്ടി, VR കൃഷ്ണൻ നായർ, ഗോപാലകൃഷ്ണൻ നായർ, P. തുളസീധരൻ, നൌഷാദ് അസീസ്, J. സജീവ്, MG ശരചന്ദ്രൻ, അമ്പിളി സതീഷ്, K. ശിവരാമൻ, രാജേഷ് എന്നിവർ സംസാരിച്ചു. S. അരുൺ നന്ദി പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. CDNet ന്യൂസ്, ചാരുമൂട്.